عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിച്ച് ജീവിക്കണമേ എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മദീനയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച, സന്തോഷിച്ച ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഹിജ്റ വന്ന അന്നാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിൽ ഹിജ്റ എത്തിയ അന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കാൽ കുത്തിയ അന്നാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ ചരിത്രം അങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്ന ആ ദിവസം ബനു ഔഫ് ഗോത്രത്തിന്റെ ആ തായ്വരയിൽ ഓരോരുത്തരും വരി വരിയായി നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയാണ്. ബനു നജ്ജാറിലെ പെൺകുട്ടികൾ പാട്ടുപാടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയാണ്. യാ ഹബ്ബദ മുഹമ്മദൻ മിൻ ജാരിൻ വനഹ്നു ബനാതും മിൻ ബനി നജ്ജാരിൻ. ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച ആ പെൺകുട്ടികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതുഹിബ്ബുനനി, നിങ്ങൾക്ക് എന്നെ ഇഷ്ടാണോ? പെൺകുട്ടികളെ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടാണോ എന്ന് ആ പെൺകുട്ടികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച സമയത്ത് ഖുൽന, ആ പെൺകുട്ടികൾ പറയാണ്, വല്ലാഹി നുഹിബ്ബുക, പ്രവാചകരെ, അല്ലാഹു ആണേ സത്യം, ഞങ്ങൾക്ക് അങ്ങയെ പെരുത്ത് ഇഷ്ടമാണ്, സ്നേഹമാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് പറയാണ്, വല്ലാഹി അന ഉഹിബ്ബുക, അല്ലാഹു ആണേ സത്യം, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്.
എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചവരോട് പറയുകയാണ്. നമുക്ക് ഹൃദ്യമായിരുന്നു ആ രംഗം. എത്രയോ പ്രയാസങ്ങൾ സഹിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആ സമയത്ത് ഒരു നാട് സ്വീകരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെക്കാൾ, സ്വന്തം ജീവനേക്കാൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. ആ പ്രവാചകൻ അതേപോലെ തന്നെ അവരെ എന്ത് ചെയ്ത്, പ്രവാചകനും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത്. അനസ് റളിയല്ലാഹു പറയാണ്, എന്നാൽ ഈ ദിവസമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചൊരു ദിവസമുണ്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ദിവസം പ്രവാചകൻ ഞങ്ങളിലേക്ക് എത്തിയ ദിവസമാണെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖിച്ച, പ്രയാസപ്പെട്ട, മനസ്സ് വേദനിച്ച ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നായിരിക്കും അത്? അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ട ദിവസമായിരിക്കോ? അവരുടെ മക്കള് മരണപ്പെട്ട ദിവസമായിരിക്കും? അല്ല. അനസ് റളിയല്ലാഹു പറയുകയാണ്. അനസ് റളിയല്ലാഹു പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 കൊല്ലം നിഴലായി പ്രവാചകന്റെ കൂടെ ജീവിച്ച ആളാണ് അനസ് റളിയല്ലാഹു. 10 കൊല്ലമാണ് പ്രവാചകൻ മദീനയിൽ താമസിച്ചത്. ആ 10 കൊല്ലം പ്രവാചകന്റെ കൂടെ ജീവിച്ച അനസ് റളിയല്ലാഹു പറയുകയാണ്, ഞങ്ങൾ മദീനക്കാർ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസം ഏതെന്നറിയോ? ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണ്. ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച, വേദനിച്ച, ദുഃഖിച്ച ഒരു ദിവസം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ദിവസം. പ്രവാചകൻ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ആ ദിവസമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്. എന്താ കാരണം എന്നറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 24-ാമത്തെ ഒരു ആയത്തിൽ പറയുന്നുണ്ട്, ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലിൻ ഇഖ്തറഫ്തുമൂഹ വ തിജാറതൻ തഖ്ശൗന കസാദഹ വ മസാകീന തർലൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാരാണോ? വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കളാണോ? വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണോ? വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളാണോ? വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങളാണോ? വ അംവാലിൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള, അധ്വാനിച്ചു കൂട്ടിയിട്ടുള്ള നിങ്ങളുടെ സമ്പത്താണോ? വ തിജാറതൻ തഖ്ശൗന കസാദഹ, നഷ്ടം വന്നേക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ട് നിങ്ങൾ സൂക്ഷിച്ചു പോരുന്ന നിങ്ങളുടെ കച്ചവടമാണോ, ബിസിനസ് ആണോ? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാൾ, അവന്റെ പ്രവാചകനേക്കാൾ, ദൂതനേക്കാൾ, അള്ളാഹുവിലുള്ള ധർമ്മസമരത്തെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവകളോടൊക്കെയാണോ? നിങ്ങളുടെ പിതാക്കന്മാരോടാണോ? മക്കളോടാണോ? ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇതിനോടൊക്കെയാണോ നിങ്ങൾക്ക് അള്ളാഹിനേക്കാളും പ്രവാചകനേക്കാളും അള്ളാഹിന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ ഫതറബ്ബസു, അങ്ങനെയെങ്കിൽ അവർ കാത്തിരുന്നു കൊള്ളട്ടെ. ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, അള്ളാഹിന്റെ ശിക്ഷ വരുന്നത് വരെ അവർ കാത്തിരുന്നു കൊള്ളട്ടെ എന്ന ശക്തമായ താക്കീത്. ആ താക്കീത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവനേക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ, സ്വന്തത്തെക്കാൾ, കുടുംബത്തെക്കാൾ, ഈ ദുനിയാവിലുള്ള എന്തിനേക്കാളും അവർ ഇഷ്ടപ്പെട്ടത് അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും അള്ളാഹിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെയാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ മരണപ്പെട്ടപ്പം അവർക്ക് വേദന അനുഭവപ്പെട്ടത്. അവർ അനുഭവിച്ച വേദനകളിൽ, അവരുടെ ഇണകൾ മരണപ്പെട്ടപ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ, മക്കൾ മരണപ്പെട്ടപ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ, മാതാപിതാക്കൾ മരണപ്പെട്ടപ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ അവർ അനുഭവിച്ചു പ്രവാചകന്റെ വഫാത്ത്. എന്താ കാരണം? അവർ അത്രക്കും പ്രവാചകനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? അവർ അത്രത്തോളം വേദനിക്കുന്ന ഒരു ദിവസം എന്ന് അനസ് റളിയല്ലാഹു പറയുന്നത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്.
പ്രവാചകൻ അത്രമാത്രം സ്നേഹിക്കാനുള്ള കാരണം പ്രവാചകൻ ഈ ഉമ്മത്തിനെ സ്നേഹിച്ചു. ഈ ഉമ്മത്തിനെ വളരെയധികം അങ്ങേയറ്റം പ്രവാചകനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം സ്നേഹിക്കണം, അതൊരു ഈമാനിന്റെ ഭാഗമായിട്ട് ഇസ്ലാം നിശ്ചയിച്ചു വെച്ചത്. പ്രവാചകനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സ്വന്തം ജീവനേക്കാൾ, സമ്പത്തിനേക്കാൾ, കുടുംബത്തെക്കാൾ, മക്കളെക്കാൾ സ്നേഹിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈമാൻ പൂർത്തിയല്ലട്ടോ, എന്റെയോ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുകയില്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രമാത്രം ഇഷ്ടപ്പെടണം. എന്തുകൊണ്ട്? പ്രവാചകൻ അങ്ങേയറ്റം ഈ ഉമ്മത്തിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, വദിത്തു അന റഅയ്ന ഇഖ്വാനിന, എനിക്ക് എന്റെ ഇഖ്വാനുകളെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് എന്ന് സഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് സഹാബത്ത് പറയാണ്, പ്രവാചകരെ ആ വല്ലസ്ന ഇഖ്വാനക്ക, ഞങ്ങളല്ലേ പ്രവാചകരെ അങ്ങയുടെ ഇഖ്വാനുകൾ? ഞങ്ങളങ്ങനെ കണ്ടാ പോരെ, ഞങ്ങളല്ലേ അങ്ങയുടെ ഇഖ്വാനുകൾ? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാ, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാ. ഈ ഇഖ്വാനുനല്ലദീന ലം യഅതു ബഅദ, എന്റെ ഇഖ്വാനുകൾ എത്തിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ ഉമ്മത്തിൽ ഇനി വരാനിരിക്കുന്ന ഓരോ മുസ്ലിമും എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്വാനാണ്. ആ ഇഖ്വാനിനെ കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആഗ്രഹിച്ചു. എന്നെ കാണാൻ, നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ പ്രവാചകൻ അങ്ങേയറ്റം ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു എന്നുള്ളതാ. ആ ആഗ്രഹം സാധിക്കാതെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രവാചകൻ മരിക്കുമ്പോ മരണസമയത്ത് ഈ ഉമ്മത്തിനെ കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് പ്രവാചകൻ എന്ത് ചെയ്ത് ഈ വഫാത്തായത്, ഈ ലോകത്തിൽ നിന്ന് പ്രവാചകൻ വിട പറഞ്ഞത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനിങ്ങനെ പ്രവാചകൻ എന്ത് ചെയ്ത് നോക്കി. പ്രവാചകൻ അങ്ങനെ നോക്കിയ സമയത്ത് റഅയ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തീബുൻ നഫ്സ്, വളരെ സന്തോഷിച്ചുകൊണ്ട് പ്രവാചകന്റെ മുഖം വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ആ സന്തോഷം കണ്ട് ഞാൻ അങ്ങനെ പ്രവാചകനെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, അലി, പ്രവാചകരെ അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യോ, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യോ പ്രവാചകരെ എന്ന് ആയിഷ ബീബി ചോദിച്ച സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ അഗ്ഫിർലി ആയിഷ, അല്ലാഹുമ്മ അഗ്ഫിർലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖറ വമാ അസ്ററതു വമാ അലൻതു. അല്ലാഹുവേ, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അവളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ, വരാനിരിക്കുന്ന പാപങ്ങൾ, രഹസ്യമായതും പരസ്യമായതും ഒക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ആയിഷ ബീബി ഇങ്ങനെ കേട്ട സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അത് കേട്ട് ചിരിച്ചു. ഹത്താ സഖത്ത റഅസുഹാ ഫി ഹിജ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനല്ലാഹി. എത്രത്തോളം ചോദിച്ചാൽ ആയിഷ ബീബി ചിരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലേക്ക് ആയിഷ ബീവിയുടെ തല തട്ടുവോളം, മുഖം തട്ടുവോളം ആയിഷ ബീബിയാണ് ചിരിച്ചു. എത്രമാത്രം ഉണ്ടാവുക ചിരി, എത്രമാത്രം ഉണ്ടാവുക സന്തോഷം എന്ന് ആലോചിച്ചോക്കെ. ആയിഷ ബീവിയുടെ തല റസൂലുള്ളാഹിന്റെ മടിയിലാണ്ട് എന്ത് ചെയ്തു, പതിഞ്ഞുപോയി. അത്രക്ക് ചിരിച്ചു എന്നാണ് ഹദീസിലുള്ളത്. ഈ ചിരി കണ്ട സമയത്ത് ആയിഷ ബീവിയോട് ചോദിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ, ഇത്രക്ക് ഇത്ര നിന്നെ സന്തോഷിപ്പിച്ചോ എന്റെ ദുആ? നിനക്ക് വേണ്ടിയിട്ടുള്ള ഈ ദുആ ഇത്രക്കും സന്തോഷായോ നിനക്ക്? അപ്പൊ ആയിഷ ബീബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഓ മാലിലാ യുസ്റിനി ദുആക, പ്രവാചകരെ ഞാൻ പിന്നെ സന്തോഷിക്കാതെ? അങ്ങയുടെ ഈ പ്രാർത്ഥന കേൾക്കുമ്പം എനിക്ക് പിന്നെ സന്തോഷം ഉണ്ടാവൂലേ? സന്തോഷിക്കാതെ ഞാൻ? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിയോട് പറഞ്ഞൊരു വാക്കുണ്ട്. മുസ്ലിം ഉമ്മത്തെ, ഓരോ മുസ്ലിമും ഇതെന്ത് ചെയ്യണം, കേൾക്കണം, മനസ്സിലാക്കണം. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നാ, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇൻഹാ ലദഅഉതി ലി ഉമ്മതി ഫി കുല്ലി മുലാത്തിൻ, അല്ലാഹുവാണ് സത്യം, ഈ ഒരു ദുആ ഉണ്ടല്ലോ, ഈ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, എന്റെ ഉമ്മത്തിലുള്ള ഓരോരുത്തർക്കും ഞാൻ എപ്പോഴും ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇഗ്ഫിർ,
എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ. നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ടും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ, എന്റെ ഈ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും രഹസ്യമായതും പരസ്യമായതും എന്ന് ആത്മാർത്ഥമായിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രവാചകനെ സ്നേഹിക്കണ്ടേ, ഇഷ്ടപ്പെടണ്ടേ? അതുകൊണ്ടാ ആ പ്രവാചകനോടുള്ള സ്നേഹം സ്വന്തം ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, സ്വന്തത്തിനേക്കാൾ ആ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചത്. നോക്കൂ, പരലോകത്ത് നമ്മൾ പ്രയാസപ്പെടാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു ദുആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെച്ചു എന്നാണ്. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുആ നിശ്ചയിച്ചു കൊടുത്തു. അവർക്ക് ദുനിയാവിൽ എന്ത് ചെയ്യാ? അത് ദുആ ചെയ്യാ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദുആ. അങ്ങനെ ഓരോ പ്രവാചകന്മാരും എന്ത് ചെയ്ത് അത് പ്രാർത്ഥിച്ചു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, മഹാന്മാരായിട്ടുള്ള പ്രവാചകന്മാർ മൂസ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, യൂനുസ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചു. ദുനിയാവിൽ നിന്ന് ആ പ്രാർത്ഥനയുടെ ഫലം അവർക്ക് ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒരു പ്രാർത്ഥന നിശ്ചയിച്ചു കൊടുത്തു, ഒരു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രവാചകൻ ആ പ്രാർത്ഥന പരലോകത്തേക്ക് എടുത്തു വെച്ചു എന്നാ ഹദീസിലുള്ളത്. എന്തിനെന്നറിയോ? പരലോകത്ത് വെച്ചിട്ട് ഉമ്മത്തിന് വേണ്ടിയിട്ട്, ശഫാഅത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പരലോകത്തേക്ക് അള്ളാഹിന്റെ പ്രവാചകൻ എടുത്തു വെച്ചു എന്ന ആ പ്രാർത്ഥന നമുക്ക് വേണ്ടിയിട്ട്, പരലോകത്ത് നമ്മൾ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ പ്രാർത്ഥന പരലോകത്തേക്ക് എടുത്തേക്കാണ്. ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണ്ടേ? കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഓരോരുത്തരെയും അത്രമാത്രം എന്ത് ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി എന്നാണ്. മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, എന്റെ ചര്യയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനുള്ള ഈ നമുക്കുള്ള മാനദണ്ഡം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ ഇല്ല. ആ ശരീരം ഒന്ന് സ്നേഹിക്കാൻ, ആ മനസ്സിനെ ഒന്ന് സ്നേഹിക്കാൻ, ആ പ്രവാചകനെ കൺകുളിർമ ഒന്ന് കാണാൻ, ആ പ്രവാചകന്റെ ചാരത്തൊന്ന് ഇരിക്കാൻ, ആ പ്രവാചകന്റെ കൂടെ ഒന്ന് സംസാരിക്കാൻ, ആ പ്രവാചകന്റെ കൂടെ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, അതിന് അവസരം കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കും? അതിനാണ് ഈ ഇഖ്വാനോടുകൂടിയുള്ള കൽപ്പനയാണെന്ത്? മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ, എന്റെ ചര്യയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാ, അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കാൻ ഇനി നമ്മുടെ മുമ്പിലുള്ള മാർഗമുള്ളൂ. നോക്കൂ, എത്രത്തോളം ചോദിച്ചാൽ പ്രവാചകന്റെ സുന്നത്ത് ഇഷ്ടപ്പെട്ടാൽ മതി. ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്താ പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? എങ്ങനെയപ്പോ നമുക്ക് ഇഷ്ടപ്പെടുക? പ്രവാചകന്റെ ഓരോ മേഖലയിലുള്ള സുന്നത്തുകളുണ്ട് സഹോദരന്മാരെ. ഓരോ മേഖലയിലും പ്രവാചകന്റെ സംസാര മര്യാദകളുണ്ട്. പ്രവാചകൻ എങ്ങനെയായിരുന്നു സംസാരിച്ചത്? ഞാൻ ലളിതമായിട്ട് പറഞ്ഞുതരാം. ഇത് വലിയൊരു സംഭവമായിട്ടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഒരു രീതി ഉണ്ട്. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചൊരു സ്വീകരണമുണ്ട്, അല്ലെ? ഒരാളോട് സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചൊരു ചര്യയുണ്ട്, രീതിയുണ്ട്. അത് നമ്മുടെ സംസാരത്തിലൂടെ വരണം. അത് സംസാരത്തിലൂടെ എന്ത് ചെയ്യണം? വരണം. അപ്പോഴാ പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യണത്? ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, അത് ഇഷ്ടപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്? പ്രവാചകൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് പ്രവാചകൻ ഭക്ഷണം കഴിച്ചത്? എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നാ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചത്? അത് പ്രവാചകന്റെ സുന്നത്താ. ഈ സുന്നത്ത് എടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ പ്രവാചകൻ എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ ചര്യയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് പ്രവാചകൻ. എന്തേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത്? എന്തൊക്കെയോ നിയമങ്ങളുണ്ട്. ബിസ്മി ചൊല്ലി കഴിക്കണം, അല്ലെ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ സ്തുതിക്കണം. ഭക്ഷണം തന്ന ആൾക്കൊരു നന്ദി പറയണം, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം.
ഭക്ഷണം തന്നവർക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. മാഫിറത്തിന് വേണ്ടിയിട്ട്, ബർക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ദുആ നമ്മളെ പഠിപ്പിച്ചു. ആരെങ്കിലും പഠിച്ച, ആരെങ്കിലും ചൊല്ലിയ, ആരെങ്കിലും കൊണ്ടുപോയി ഭക്ഷണം വാങ്ങി തരുന്ന സമയത്ത് ആ ഭക്ഷണം വാങ്ങിക്കൊടുത്ത തന്ന ആൾക്ക് ആ ഒരു ദുആ നടത്തിയോ? അതാ പ്രവാചകന്റെ സുന്നത്ത്. അതാ പ്രവാചകന്റെ സുന്നത്ത്. ഭക്ഷണത്തിന് മര്യാദകൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ കഴിക്കണം, നിങ്ങൾ വയറ് നിറച്ച് കഴിക്കരുത്, എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്ത് പഠിപ്പിച്ചെന്ന്. രോഗം വന്നപ്പോഴാ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചത്. പക്ഷെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പേ അത് നമ്മളെ പഠിപ്പിച്ചു. ആ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയോ? അത് പ്രവാചകന്റെ സുന്നത്താ. ആ പ്രവാചകന്റെ സുന്നത്ത. ആ സുന്നത്ത് ഇഷ്ടപ്പെട്ട് ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതല്ല, ആരോഗ്യം ഉണ്ടായിക്കോട്ടെ, പക്ഷെ പ്രവാചകന്റെ ആ സുന്നത്ത്, എന്റെ പ്രവാചകൻ ഭക്ഷണം കഴിച്ചത് ഇപ്രകാരമാണ്, ഈ അളവിലാണ്, ഞാനും അത് കഴിക്കുന്നു എന്നൊരാൾ പ്രഖ്യാപിച്ച് ആ ഒരു നിയ്യത്തോടു കൂടി ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ഫഖദ് അഹബ്ബനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതെന്നെ സ്നേഹിച്ചവനാണെന്ന. അവൻ എന്നെ എന്ത് ചെയ്തു? സ്നേഹിച്ചു എന്നുള്ള. ഓരോ മേഖലയിലും വസ്ത്രം ധരിക്കുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിച്ച ഒരു രീതിയുണ്ട്. എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആ രീതിയിലാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് എങ്കിൽ അത് പ്രവാചകന്റെ സുന്നത്താ. അത് പ്രവാചകനെ ഇഷ്ടപ്പെട്ടു. അതൊരു ഇബാദത്താണ്. പ്രവാചകൻ ഓരോ മേഖലയിലും കുളിയുടെ രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശുദ്ധീകരണത്തിന്റെ രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മലമൂത്രം വിസർജനത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെടുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, എങ്ങനെ ചെയ്യണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുടി ചീകി വെക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ചീകി വെക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചെരുപ്പ് ധരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ധരിക്കണം, ആദ്യം ഏത് ധരിക്കണം, ആ ചെരുപ്പ് അഴിച്ചു മാറ്റുമ്പോൾ, ഊരി മാറ്റുമ്പോൾ ഏത് ആദ്യം ഊരി മാറ്റണം എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാ റസൂലുള്ളാഹിന്റെ സുന്നത്ത്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ് മാത്രമല്ല. മനസ്സിലായില്ലേ? ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഈ സുന്നത്തിനെ ഒരു മുഅ്മിൻ ഇഷ്ടപ്പെട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് റസൂലുള്ളാഹിനെ സ്നേഹിച്ച ആളാണ്. അവൻ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. അയൽവാസികളോട് എങ്ങനെ പെരുമാറണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ എങ്ങനെ പെരുമാറുന്നത്? പ്രവാചകൻ അയൽവാസിയോട് പെരുമാറിയതുപോലെയാണോ നമ്മൾ അയൽവാസിയോട് പെരുമാറുന്നത്? അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിച്ച ആളാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയ ആളാണ്. ഇങ്ങനെ ഓരോന്നും നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യാണ്ട് എടുക്കാനുണ്ട്. അപ്പോഴാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആളായി മാറുന്നതും യഥാർത്ഥ വിശ്വാസിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് കഴിവിന്റെ പരമാവധി അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. 2026 ഓഗസ്റ്റ് 15 എത്തുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ 79 വർഷം പൂർത്തിയാകുക. ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇൻഷാ അല്ലാഹ് നാളെ രാജ്യം കൊണ്ടാടുന്നത്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പോരാടിയ മണ്ണാണ് ഇന്ത്യ മണ്ണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് സ്വത്തും ജീവനും കുടുംബവും ഒക്കെ ബലി നൽകിയിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര ആളുകൾ, സേനാനികൾ ജീവിച്ച മണ്ണാണ്. ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്.
ആ രാജ്യത്ത് സമാധാനത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ വില നമ്മക്കറിയില്ല. അന്ന് ആ അടിമത്തത്തിന്റെ ആ ജീവിതത്തിൽ കഴിഞ്ഞ ആളുകൾക്കൊക്കെ അറിയാം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിന്റെ വില എത്രയെന്നുള്ളത്. നമുക്ക് ഈ മണ്ണിന് വേണ്ടിയിട്ട് അതിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക എന്ന മണ്ണിന് വേണ്ടിയിട്ട് ദുആ ചെയ്തില്ലേ? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബേ ഈ മണ്ണ്, ഈ നാട് നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ നാടാക്കി മാറ്റണേന്ന് പ്രാർത്ഥിക്കാൻ. നമുക്ക് ഈ നാടിനും അള്ളാഹു സമാധാനം നൽകട്ടെ എന്നെന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. സമാധാനത്തിന് വേണ്ടിയിട്ട് പോരാടി മരണം വരിച്ച ആളുകളാണ് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, ഇതിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ദുആ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, മുസ്ലിങ്ങളുടെ ബാധ്യത തന്നെയാണ്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളൊക്കെ വഹിച്ച പങ്കെത്രയെന്നറിയാം. പലപ്പോഴും അവ മറക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മുസ്ലിങ്ങൾ ഈ മണ്ണിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. ബ്രിട്ടീഷ് പോരാട്ടത്തിന് സമാനതകളില്ലാത്ത പങ്കാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം എന്ത് ചെയ്ത് നൽകിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത ടിപ്പു സുൽത്താൻ മുതൽ ഓരോരുത്തർ പേരുകൾ എണ്ണിയാൽ വിട്ടുപോകും. അത്രക്കും ആളുകൾ. ബീഗം അസ്രത്ത് മഹൽ, മൗലാന ലിയാഖത്ത് അലി, ഛാജിലെ ഹക്ക്, ഖൈറാബാദി, ബഹദൂർ ഷാ സഫർ, നാനാ സാഹേബ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിട്ടുള്ള അലി സഹോദരന്മാര്, അതുപോലെ തന്നെ അബുൽ കലാം ആസാദ്, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകളാണ്, മുസ്ലിങ്ങളാണ് എന്ത് ചെയ്തത്? ഈ മണ്ണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ത്യാഗം സഹിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കേരള നേതാക്കന്മാരായിരുന്നു ആലി മുസ്ലിയാർ, അതുപോലെ തന്നെ പൊന്നാനിയിലെ സയ്യിദ് അലവി തങ്ങൾ. ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം നമ്മുടെ മക്കള് അറിയില്ല. ചരിത്രങ്ങൾ എന്ത് ചെയ്യാണ്? മൂടപ്പെട്ടു പോവുകയാണ്. ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം, വരുന്ന തലമുറക്ക് എന്ത് ചെയ്യണില്ല, ഈ ചരിത്രങ്ങളൊക്കെ മാറ്റിക്കളയാണ്. പഠിക്കാൻ തന്നെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യാണ് മക്കൾ എത്തുമോ എന്നുള്ളൊരു ഭയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമ്മളിത് പറയണം. ഈ രാജ്യത്ത് അഭിമാനത്തോടുകൂടി ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഈ മണ്ണിന് വേണ്ടിയിട്ട് ചോര ചിന്തിയിട്ടുള്ള ആളുകള്, ഒരുപാട് ആളുകളുണ്ട്. എന്തുണ്ട്? മുസ്ലിം മുൻഗാമികളായിട്ടുള്ള ആളുകള്, അലി മുസ്ലിയാര്, പൊന്നാനിയിലെ സയ്യിദ് അലവി തങ്ങള്, KM മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, MCC സഹോദരന്മാര്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാക്കഫി തങ്ങള്, ഈ മൗദ് മൗലവി, ഈ നൂർ മുഹമ്മദ് മൗലവി, ഇങ്ങനെ ഒരുപാട് ആളുകള്, എത്രയോ ആളുകൾ. ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒക്കെ സംഭവം അത് വായിക്കുമ്പം മനസ്സ് പൊട്ടിപ്പോവും. ഇദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരതയുടെ ഒരു പര്യായമായിട്ടാണ് ചരിത്രത്തിൽ എന്താണ് അറിയപ്പെടുന്നത്. 1921 മലബാർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള അദ്ദേഹത്തെ ചതിയിലൂടെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് സൈന്യം കീഴടക്കുന്നത്, പിടികൂടുന്നത് ഒരു ചതിയിലൂടെ. അങ്ങനെ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് എന്ത് ചെയ്യാണ്? വിധിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിച്ച് മലപ്പുറത്തെ കോട്ടക്കുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ആരെ? ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിനെ. മലപ്പുറം കോട്ടക്കുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പാക്കണം. അവസാനമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പായിട്ട് അവസാനമായിട്ട് താങ്കളുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് ആ ധീരദേശാഭിമാനിയുടെ മറുപടി എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, ഞങ്ങൾ മരണവും അന്തസ്സോടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ കണ്ണുകെട്ടി പിറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുകയാണ് പതിവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഉള്ളവനെ കണ്ണുകെട്ടാതെ മുന്നിൽ നിന്ന് എന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തുകൊണ്ട്
എന്നെ വധശിക്ഷ വിധിക്കണം. എനിക്ക് ഈ മണ്ണ് കൺകുളിർക്കെ കണ്ടുകൊണ്ട്, ഈ മണ്ണ് കൺകുളിർക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഈ മണ്ണിലേക്ക് വീഴണം എന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അദ്ദേഹത്തെ പിന്നെ ബ്രിട്ടീഷുകാരോട് പറയുന്ന സമയത്ത് കമാൻഡർ കേണൽ ഹഫ്രി അത് അംഗീകരിക്കണം. അദ്ദേഹത്തെ അങ്ങനെ തന്നെ കണ്ണുകെട്ടാത്ത നേരെ നിന്ന് നെഞ്ചത്തേക്ക് വെടിയുതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മണ്ണിലേക്ക്, ആ കോട്ടക്കുന്നിലെ മണ്ണിലേക്ക് അദ്ദേഹം വീഴുന്നത്. ആലോചിച്ചു. ഇത്രത്തോളം ഒരുപാട് ആളുകൾ, എല്ലാ ആളുകളും ഓരോ വിധത്തിൽ എന്ത് ചെയ്ത്, കുടുംബം ഒന്നടങ്കം, മുസ്ലിം കുടുംബം ഒന്നടങ്കം, ഒരു വീട് ഒന്നടങ്കം അവർ തൂക്കിലേറ്റിയിട്ടുണ്ട്. ബ്രിട്ടീഷ് സൈന്യം തൂക്കിലേറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ, മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച്, മാലിസൺ എന്ന് പറയുന്നത് പിന്നെ എഴുത്തുകാരൻ പറയുന്നത്, ഇംഗ്ലീഷ് എഴുത്തുകാരൻ പറയുന്നത്, ഞങ്ങൾ ഈ ചരിത്രമായി എഴുതുമ്പം ഞാൻ വിചാരിച്ചു പോയി ഇത് മുസ്ലിങ്ങളും ബ്രിട്ടീഷ് സാമ്രാജ്യവുമായിട്ടുള്ള യുദ്ധമായിരുന്നോ എന്നുള്ളത്. അത്രക്കും മുസ്ലിങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, സമരത്തിന് വേണ്ടിയിട്ട് മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് ത്യാഗം സഹിച്ച് നേടിയെടുത്തൊരു സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള നാട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ട് ആ അഭിമാനം നിലനിർത്തുകയും ഈ നാടിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് നിലകൊള്ളാനും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനവും നമ്മെ എന്ത് ചെയ്യേണ്ടത്, ഓർമ്മപ്പെടുത്തേണ്ടത്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ എന്ത് ചെയ്യുക, പുണ്യത്തില്, നന്മയില് നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക, സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ ഇന്ത്യ എന്ന മണ്ണ്, ഈ രാജ്യം, അതിന് നന്മയില് നമ്മുടെ സഹായം എന്ത് ചെയ്യണം, നല്ല ഉണ്ടാവണം. ശത്രുതയിലല്ല നമ്മൾ സഹായിക്കേണ്ടത്, ഇസ്മിൽ പാപത്തിലല്ല നമ്മൾ സഹായിക്കേണ്ടത്. നന്മയ്ക്ക് വേണ്ടിയിട്ട്, പുണ്യത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പരസ്പരം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സഹായിക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഓരോ സ്വാതന്ത്ര്യ ദിനം നമുക്ക് നൽകുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രയാസപ്പെടുന്നവർ. അള്ളാഹുവെ, അവരുടെ പ്രയാസം നീക്കി കൊടുക്കണം റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, പണ്ഡിതന്മാർ, അള്ളാഹുവെ, അവർക്കൊക്കെ നീ മഅ്ഫിറത്തും അവരുടെ ഖബർ വിശാലമാക്കുകയും വെളിച്ചം നൽകുകയും ചെയ്യണം റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ നാടിന്, ഞങ്ങളുടെ രാജ്യത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അള്ളാഹുവെ, ഐശ്വര്യവും ക്ഷേമവും സമാധാനം സന്തോഷം ഈ നാടിനും നാട്ടുകാർക്കും നീ നൽകുന്ന റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.